ഹലോ നമസ്കാരം, ഞാൻ ബാബു. നാം എല്ലാവരും വളരെ നിസ്സാരമായി കാണുന്നതും എന്നാൽ വളരെ ഗുരുതരവുമായ ഒരു വിഷയമാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. മഴക്കാലത്ത് വെള്ളത്തിൻ്റെ ക്വാളിറ്റി നന്നാവുന്നു എന്നൊരു ധാരണ നിലവിലുണ്ട്. എന്നാൽ വെള്ളം ഏറ്റവും കൂടുതൽ മലിനമാകുന്നത് മഴക്കാലത്താണ്. വേനൽക്കാലത്ത് നമ്മുടെ പരിസരത്ത് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ മഴക്കാലത്ത് മണ്ണിലേക്ക് ഇറങ്ങിയോ ഒഴുകിയോ നമ്മുടെ ജലസ്രോതസ്സുകളിലേക്ക് എത്തുന്നു. സെപ്റ്റി ടാങ്ക് മാലിന്യങ്ങളും വെള്ളത്തിലേക്ക് വ്യാപിക്കുന്നത് ഈ കാലത്താണ്. നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ പല മൂലകങ്ങളും വെള്ളത്തിൽ ലയിച്ചു ചേരുന്നത് മഴക്കാലത്താണ്. ജലജന്യ രോഗങ്ങളായ മഞ്ഞപ്പിത്തം, കോളറ, എലിപ്പനി തുടങ്ങി മാരകങ്ങളായ പല രോഗങ്ങളും പടർന്നു പിടിക്കുന്നത് മഴക്കാലത്താണ്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന പുതിയ ഒരു അമീബയെ പറ്റി നമ്മൾ കേട്ടിരിക്കും. നമ്മുടെ തലച്ചോറിൽ കടന്നുകൂടി തലച്ചോറിനെ തിന്നു നശിപ്പിക്കുന്ന ഈ അമീബ പടരുന്നത് വെള്ളത്തിൽ കൂടിയാണ്. കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത്. ഇതിനെല്ലാമെതിരെ ശക്തമായ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രതിവിധി. വെള്ളം തിളപ്പിച്ചാൽ ശുദ്ധമാകും എന്നൊരു ധാരണ നിലവിലുണ്ട്. എന്നാൽ അത് ശരിയല്ല. വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലുള്ള ബാക്ടീരിയ, വൈറസ് മാത്രമേ നശിക്കുന്നുള്ളൂ. അതിൽ ലയിച്ചു ചേർന്നിരിക്കുന്നതും നമ്മുടെ ശരീരത്തിന് ദോഷകരവുമായ ഹെവി മെറ്റൽസ്, അതായത് ലെഡ്, മെർക്കുറി, ആഴ്സനിക്, അയൺ മുതലായ മൂലകങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നില്ല. ഇവയെല്ലാം മാറ്റി വെള്ളം ശുദ്ധീകരിക്കണമെങ്കിൽ വാട്ടർ പ്യൂരിഫയർ മാത്രമാണ് അതിനുള്ള പ്രതിവിധി. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം പരിശോധിച്ച് നോക്കി അതിന് അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയർ വേണം ഉപയോഗിക്കാൻ. ഒരു കുപ്പി വെള്ളവുമായി നമ്മുടെ ഏറ്റവും അടുത്തുള്ള വൈറ്റ് മാർട്ട് ഷോറൂമിൽ ചെന്നാൽ അവിടെ സൗജന്യമായി വെള്ളം പരിശോധിക്കുവാനും മിതമായ നിരക്കിൽ നല്ല ക്വാളിറ്റിയുള്ള വാട്ടർ പ്യൂരിഫയർ തിരഞ്ഞെടുക്കുവാനുമുള്ള അവസരമുണ്ട്. ഈ അവസരം പ്രയോജനപ്പെടുത്തി വാട്ടർ പ്യൂരിഫയർ വാങ്ങി ശുദ്ധജലം ശീലമാക്കൂ. ആരോഗ്യം സംരക്ഷിക്കൂ. ആരോഗ്യം സർവ്വധനാൽ പ്രധാനം.